നോക്കാം വിശദമായി. മേയറെ അധിക്ഷേപിച്ച KSRTC ഡ്രൈവർക്കെതിരായ നടി റോഷ്നിയുടെ പരാതി ശരിവച്ച് തെളിവുകൾ. 2023 ജൂൺ 19 തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിലേക്കുള്ള RPE 492 ബസ് ഓടിച്ചത് യദു തന്നെയെന്ന് സ്ഥിരീകരണം. ഡിപ്പോയിലെ ഷെഡ്യൂൾ വിവരങ്ങൾ കൈരളി ന്യൂസിന്. വിഷയത്തിൽ KSRTC ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, വളരെ നിർണായകമായ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മേയറെ അധിക്ഷേപിച്ച സംഭവത്തിന്റെ തുടർച്ചയായിട്ട് ചലച്ചിത്ര നടിയായ റോഷ്നി ഈ യദുവിനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ പുറത്തേക്ക് വരുന്നു ഇപ്പോൾ. തീർച്ചയായും മനു, അതിൽ യാതൊരുവിധ സംശയമില്ല. പ്രത്യേകിച്ചും ഈ റോഷ്ന കഴിഞ്ഞ ദിവസം പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യം ഈ വാഹനം ഓടിച്ചത് യദു തന്നെയായിരുന്നു എന്നുള്ളതിനുള്ള സ്ഥിരീകരണം തന്നെയായിരുന്നു. അതിൻ്റെ സ്ഥിരീകരണമാണ് ഇന്നിപ്പോൾ നമ്മൾ നൽകുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള KSRTCയുടെ ഷെഡ്യൂളിൽ ഈ വാഹനം ഓടിച്ചിരുന്നത്, അതായത് ജൂൺ 18 2023 ജൂൺ 18 തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും വഴിക്കടവിലേക്ക് യാത്ര ആരംഭിച്ച വാഹനമാണ്. അത് തിരികെ വരുന്നത് ജൂൺ 19 19 കുന്നംകുളത്ത് വെച്ച് അപമാനിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു പ്രധാനമായും റോഷ്നയുടെ പരാതിയിലും റോഷ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ ഏതായാലും ഈ വാഹനം ഓടിച്ചത്, അതായത് RPE 492 എന്ന KSRTC ബസ് ഓടിച്ചിരുന്നത് യദുവാണ് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തന്നെയാണ് നൽകുന്നത്. അതിനൊപ്പം തന്നെ അതിൽ ട്രിപ്പ് ഷീറ്റും നമ്മൾ നൽകുന്നുണ്ട്. ട്രിപ്പ് ഷീറ്റിലും കൃത്യമായി യദു തന്നെയാണ് ആ വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ KSRTC ആഭ്യന്തര അന്വേഷണം കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യദുവിന്റെ വാദങ്ങൾ എല്ലാം തന്നെ പൊളിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ചും യദു പറഞ്ഞിരുന്നത് തനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ തനിക്ക് ആ ഒരു റൂട്ടിൽ യാത്ര നടത്തി വാഹനം ഓടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓർമ്മയില്ല എന്നുള്ളതൊക്കെയായിരുന്നു യദുവിന്റെ ഭാഗത്ത് നിന്നും വന്നത്. പക്ഷേ ഈ ഷെഡ്യൂൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത് വ്യക്തത വന്നിരിക്കുന്നു. യദു തന്നെയാണ് ആ വാഹനം ഓടിച്ചത് എന്നത് സംബന്ധിച്ച്. മനു.